നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. ഇസ്രായേലിനെ ആക്രമിച്ച പട്ടാളക്കാരെ അദ്ദേഹം അഭിനന്ദിച്ചു. ആക്രമണത്തിലൂടെ ശത്രുവിനെ പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞുവെന്നാണ് റൈസി പറഞ്ഞത്. തങ്ങൾ ലക്ഷ്യമിട്ടത് ഇസ്രായേലിന്റെ വ്യോമതാവളങ്ങളാണ്. ഇബ്രാഹിം റൈസിയുടെ പ്രതികരണത്തിന് തൊട്ടുപിന്നാലെ ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഖേരിയും സൈനിക നീക്കം അവസാനിപ്പിച്ചതായി അറിയിച്ചു. ഇസ്രായേലിനെതിരായ സൈനിക ഓപ്പറേഷൻ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അവസാനിച്ചു. ഇനി ഇസ്രായേൽ പ്രതികരിച്ചാൽ മാത്രമേ ഞങ്ങൾ പ്രത്യാക്രമണം നടത്തൂ. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇറാൻ ഇസ്രായേലിന് നേർക്ക് ആക്രമണം തൊടുത്തത്. ഇറാനിൽ നിന്നും സഖ്യരാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിന് നേർക്ക് 300ഓളം ഡ്രോണുകളാണ് ഇറാൻ പ്രയോഗിച്ചത്, ഒപ്പം ബാലിസ്റ്റിക് മിസൈലുകളും. എന്നാൽ ഇവയിൽ 99% ഇസ്രായേൽ ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിച്ചിതറിച്ചു കളഞ്ഞു. ഇറാൻ അയച്ച 300ഓളം ഡ്രോണുകളും മിസൈലുകളുമൊക്കെ ആകാശത്ത് വെച്ച് ഇസ്രായേൽ പൂത്തിരിയാക്കുന്ന കാഴ്ച. ഇസ്രായേലിന് നേർക്കുള്ള ആക്രമണം അത്ര എളുപ്പമല്ല എന്ന് ഇറാൻ തിരിച്ചറിഞ്ഞു. തൊട്ടുപിന്നാലെ അതിശക്തമായ പ്രത്യാക്രമണത്തിനാണ് ഇസ്രായേൽ തയ്യാറെടുത്തത്. ഒരു രാജ്യങ്ങളെ കൊണ്ടും ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഇസ്രായേൽ മെനക്കെട്ടില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സൂക്ഷ്മതയോടെയാണ് പ്രതികരിച്ചത്. ഇസ്രായേലിന്റെ സുരക്ഷിതത്വത്തിൽ തങ്ങൾക്കും ആശങ്കയുണ്ട് എന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇസ്രായേലിന് സുരക്ഷയൊരുക്കുന്നതിൽ തങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന അമേരിക്കയുടെ നിലപാട്. എന്നാൽ പ്രത്യാക്രമണത്തിന് ഇസ്രായേലിന് പിന്തുണയില്ല എന്ന് അമേരിക്ക പച്ചയ്ക്ക് വെട്ടിത്തുറന്നു പറഞ്ഞു. ഇതിനിടയിൽ ചില നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇസ്രായേലിലേക്ക് തൊടുത്ത ഡ്രോണുകളിൽ മിക്കവയും തകർത്തത് അമേരിക്കയുടെ നീക്കങ്ങളിലാണ്. യുഎസിന്റെ സെൻകോം എന്നറിയപ്പെടുന്ന സാങ്കേതിക സംവിധാനം, ഈ സംവിധാനം ഉപയോഗിച്ചാണ് മിക്ക ഡ്രോണുകളും തകർത്തത്. ഇതിന് നേതൃത്വം കൊടുത്തത് അമേരിക്കൻ ഫോഴ്സും. 80ഓളം ഡ്രോണുകൾ അമേരിക്കയുടെ സെൻകോം തകർത്തുവെന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചുരുക്കത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് അമേരിക്കയ്ക്ക് വിയോജിപ്പുള്ളത്. മറിച്ച് ഇസ്രായേലിന് നേർക്ക് ഇറാൻ വീണ്ടും ആക്രമണം തൊടുക്കുകയാണെങ്കിൽ അത് പ്രതിരോധിക്കാൻ അമേരിക്കയും ഇസ്രായേലിനൊപ്പമുണ്ടാകും. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാന്റെ പെട്ടെന്നുള്ള പിന്മാറ്റം. ഇസ്രായേലിനെ ആക്രമിക്കുക എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇറാൻ. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് തുടക്കത്തിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഒരു വശത്ത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലിന്റെ തീരങ്ങളിൽ വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ എത്തുന്ന കാഴ്ച ലോകം കണ്ടു. ഇസ്രായേൽ ജനതയ്ക്ക് ഇതൊന്നും ഭയമില്ല എന്നർത്ഥം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായും പ്രത്യേകിച്ച് കുറച്ച് ആഴ്ചകളായും ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. ഞങ്ങളെ ആക്രമിക്കുന്നവരെ തിരിച്ചടിക്കാൻ ഇസ്രായേലും IDFും തയ്യാറാണ് എന്ന് നെതന്യാഹു വ്യക്തമാക്കി. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് നെതന്യാഹു പ്രതികരണം നടത്തിയത്. ഇസ്രായേലിനെ പിന്തുണച്ച US, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെയും നെതന്യാഹു നന്ദി അറിയിച്ചു. ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ മന്ത്രി ശപഥം ചെയ്തിരിക്കുന്നു. മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് പകരമായി കൃത്യസമയത്ത് തന്നെ ഇറാനിൽ നിന്ന് കൃത്യമായ വില ഈടാക്കുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് പറഞ്ഞു. ഞങ്ങളൊരു പ്രാദേശിക സഖ്യം കെട്ടിപ്പടുക്കുകയും അനുയോജ്യ സമയത്ത് ഇറാനിൽ നിന്നുള്ള വില കൃത്യമായി ഈടാക്കുകയും ചെയ്യും. അതിനുള്ള കരുത്ത് ഇസ്രായേലിനുണ്ട് എന്ന് ബെന്നി ഗാൻസ് വ്യക്തമാക്കി. ഇസ്രായേലിനെതിരായ ആക്രമണം ലക്ഷ്യം കണ്ടുവെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എന്ത് ലക്ഷ്യം എന്ന് വ്യക്തമാക്കുന്നതിൽ ഇറാനും പരാജയപ്പെടുന്നു. ഇസ്രായേലിന്റെ വ്യോമത്താവളം ആക്രമിച്ച് നശിപ്പിച്ചു എന്ന ഇറാൻ അവകാശവാദം വെറും പൊള്ളയായ അവകാശവാദമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ വ്യോമത്താവളത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും സൃഷ്ടിക്കാൻ ഇറാന് കഴിഞ്ഞില്ല. ഒരു പിഞ്ചുബാലികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നതൊഴിച്ചാൽ ഇസ്രായേലിന് മറ്റൊരു തരത്തിലും ആക്രമണത്തിലൂടെ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാൻ ഇറാന് കഴിഞ്ഞില്ല. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങൾ ഒന്നടങ്കം അതിനെ അപലപിച്ചു. കൂടുതൽ ശക്തമായ പിന്തുണ ഇസ്രായേലിന് ലഭിക്കുമോ എന്ന് ഇറാൻ ഭയപ്പെട്ടു. ഇത് ഹമാസിനെതിരായ യുദ്ധത്തിൽ മാത്രമല്ല, ഇറാനെതിരെയുള്ള തുടർ നീക്കങ്ങളിലും ഇസ്രായേലിന് കരുത്തു പകരുമെന്ന് ഇറാൻ തിരിച്ചറിഞ്ഞു. ഇറാന്റെ നീക്കങ്ങൾ പൊടുന്നനെ അവസാനിപ്പിക്കാൻ അവർ നിശ്ചയിച്ചുറപ്പിച്ചതും അതുകൊണ്ട് തന്നെ. ശത്രുവിനെ പാഠം പഠിപ്പിച്ചു എന്ന ഇറാൻ പ്രസിഡന്റ് പ്രതികരണത്തോട് അതുകൊണ്ട് തന്നെ പരിഹാസ ചിരിയോടെയാണ് ഇസ്രായേൽ പ്രതികരിക്കുന്നത്. ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളും ഇസ്രായേലിന് പിന്തുണയുമായി നിൽക്കുന്ന വിചിത്ര കാഴ്ചയാണ് ഇറാൻ കണ്ടത്.
UAEയും ഖത്തറും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. മേഖലയിൽ കൂടുതൽ സംഘർഷം വ്യാപിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് ഇറാനോട് ഈ രാജ്യങ്ങൾ പ്രത്യേകം ആവശ്യപ്പെട്ടു. ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യം ചർച്ച ചെയ്യാൻ G7 രാജ്യങ്ങൾ ഇതിനിടയിൽ യോഗം ചേർന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് G7 രാജ്യത്തലവന്മാരുടെ യോഗം വിളിച്ചു ചേർത്തത്. മേഖലയിലെ സ്ഥിതി ശാന്തമാക്കുന്നതിനും സംഘർഷം രൂക്ഷമാകാതിരിക്കാനുള്ള കൂട്ടായ നടപടികൾ തുടരുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. G7 രാജ്യങ്ങളും ഇസ്രായേലിന് പിന്തുണ നൽകുന്നു എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ഇറാന് കാര്യം മനസ്സിലായി. UN രക്ഷാസമിതിയും ഈ പ്രശ്നം ചർച്ച ചെയ്യാനൊരുങ്ങുകയാണ്. ഇറാനും ഇസ്രായേലും സംയമനം പാലിക്കണമെന്ന് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇസ്രായേലിന്റെ തിരിച്ചടി മുന്നിൽ കണ്ട് ഇറാൻ അതീവ ജാഗ്രതയിലാണിപ്പോൾ. ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യത്തിനിടയിലാണ് മേഖലയിലെ സ്ഥിതിഗതികൾ ഖത്തറും UAEയും ചർച്ച ചെയ്തത്. സംഘർഷം വ്യാപിക്കാതെ തടയേണ്ടത് അനിവാര്യമാണ് എന്ന് ഖത്തർ അമീറും UAE പ്രസിഡന്റും നടത്തിയ ടെലിഫോൺ ചർച്ചയിൽ വിലയിരുത്തി. ഇതിനിടയിൽ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിലെ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ ഇന്ത്യ കളത്തിലിറങ്ങി. ജയശങ്കർ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. വിദേശകാര്യമന്ത്രിയുടെ ഇടപെടലിൽ ഇറാൻ അയയുന്ന കാഴ്ചയാണ് അക്കാര്യത്തിൽ നമ്മൾ കാണുന്നത്. ഒരു ഇസ്രായേൽ വ്യവസായിയുടെ കപ്പലാണ് ഇറാൻ പിടിച്ചെടുത്തത്. ഇന്ത്യക്കാരുടെ മോചനത്തിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതോടെ ഇറാന് ഒരു കാര്യം വ്യക്തമായി: ഇസ്രായേലിന്റെ ഒറ്റച്ചങ്ങാതി തന്നെയാണ് ഇന്ത്യ. ചുരുക്കത്തിൽ ആഗോള സമ്മർദ്ദം ശക്തമായപ്പോൾ ഇറാൻ പിൻവാങ്ങി. ഇതല്ലാതെ മറ്റു പോംവഴികളില്ല ഇറാന്റെ മുന്നിൽ. ഇസ്രായേലിന്റെ കരുത്തായ IDF ഇറാനിൽ കയറി നിരങ്ങും എന്ന നിലയിലെത്തിയപ്പോഴാണ് ഇറാൻ പൊടുന്നനെ പിൻവാങ്ങിയത്. ചുരുക്കത്തിൽ ഈ സംഭവത്തിൽ സൈനികമായി ഇറാനെ തിരിച്ചടിക്കരുത് എന്ന സന്ദേശമാണ് ഇറാൻ പങ്കുവയ്ക്കുന്നത്. ഔദ്യോഗികമായി ഇക്കാര്യം ഇറാൻ അമേരിക്കയെയും അറിയിച്ചു കഴിഞ്ഞു. ഉരുണ്ടുകൂടിയ യുദ്ധഭീതി തൽക്കാലത്തേക്കെങ്കിലും ഒഴിഞ്ഞുമാറിയ ആശ്വാസത്തിലാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളും. ഇറാന്റെ 2 വ്യോമതാവളങ്ങൾ ആക്രമിച്ച് തരിപ്പണമാക്കി എന്ന ഇറാന്റെ അവകാശവാദം. എന്നാൽ ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഇസ്രായേൽ വിശദീകരണം. ഒടുവിൽ അമേരിക്കയും മുന്നോട്ട് വയ്ക്കുന്നത് ഇസ്രായേലിന്റെ വാദമാണ്. ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഇസ്രായേലിന് സംഭവിച്ചിട്ടുള്ളൂ. ഇസ്രായേലിലേക്ക് പറന്നു വന്ന മുഴുവൻ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും തകർക്കാൻ ഇസ്രായേലിനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടിയുടെ ആവശ്യമില്ല. ഇറാനെതിരെ ഇസ്രായേൽ മറ്റൊരു വ്യോമാക്രമണത്തിന് മുതിരുമോ എന്ന സംശയം ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട്. കാരണം ഇസ്രായേലിന്റെ ശൈലി അങ്ങനെയാണ്. പക അവർ മനസ്സിൽ സൂക്ഷിക്കും. കിട്ടുന്ന അവസരത്തിൽ ശത്രുവിനുമേൽ അവർ അടിച്ചു കയറും. എന്നാൽ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കപ്പുറം നെതന്യാഹു പോയാൽ അത് ലോകരാഷ്ട്രീയം തന്നെ കലങ്ങിമറിയുന്ന സ്ഥിതിവിശേഷത്തിലെത്തിക്കും. ഒരു ലോകയുദ്ധത്തിലേക്ക് കടക്കാൻ അമേരിക്കയ്ക്ക് ഇപ്പോൾ താൽപ്പര്യമില്ല. UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 51 അനുസരിച്ച് നയതന്ത്ര സ്ഥാപനങ്ങൾ ആക്രമിച്ചാൽ പ്രത്യാക്രമണത്തിന് ഏതൊരു രാജ്യത്തിനും അവകാശമുണ്ട്. ഈ അവകാശം മുൻനിർത്തിയാണ് ഇറാൻ ആക്രമിച്ചത് എന്നൊരു പക്ഷേ മറ്റു ചില രാജ്യങ്ങൾ വിശദീകരിച്ചേക്കാം. ഇസ്രായേൽ ഇനി തിരിച്ചടിക്കാതെ നിൽക്കുകയാണെങ്കിൽ താൽക്കാലികമായെങ്കിലും ആ യുദ്ധഭീതി ലോകമുഖത്ത് നിന്ന് ഒഴിവാകും. സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നെതന്യാഹു ഇറാനുമേലുള്ള ആക്രമണം ശക്തിപ്പെടുത്തുമോ? ഒരു പ്രത്യാക്രമണത്തിന് ഒരുങ്ങുമോ? എന്നാൽ നെതന്യാഹുവിന് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നതാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ പ്രത്യേകത. ബെന്നി ഗാൻസ് ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായ പ്രതികരണങ്ങൾ വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഇസ്രായേൽ മന്ത്രിസഭയിൽ ഇപ്പോൾ ഭിന്നാഭിപ്രായങ്ങളില്ല. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയമല്ല ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ആ രാജ്യത്തിൻ്റെ പൊതുവായ താൽപ്പര്യം മാത്രമാണ്. അതാണ് നെതന്യാഹുവിൻ്റെയും ബെന്നി ഗാൻസിൻ്റെയും വാക്കുകളിൽ നിഴലിക്കുന്നതും. ലോക സാമ്പത്തിക രംഗത്തെ അവതാളത്തിലാക്കുന്ന മറ്റൊരു യുദ്ധത്തിന് ഇനി ലോകത്തിന് തന്നെ താങ്ങാൻ കഴിയില്ല. യുക്രൈൻ യുദ്ധം വരുത്തിവെച്ച കെടുതികൾ ഇപ്പോഴും നമ്മൾ അനുഭവിക്കുകയാണ്. അതിനിടയിലാണ് ഇറാന്റെ അസമയത്തുള്ള ഈ കടന്നാക്രമണം. അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേൽ GCC രാജ്യങ്ങളുടെ സമ്മർദ്ദവും ശക്തമാണ്. ഇറാൻ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങി എന്നത് GCC രാജ്യങ്ങൾക്കുൾപ്പെടെ ആശ്വാസം പകരുന്നു. ലോകം തൽക്കാലത്തേക്കെങ്കിലും ആ യുദ്ധഭീതിയിൽ നിന്ന് ഒഴിവായി എന്ന് നമുക്ക് ആശ്വസിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.